പൃഥ്വിരാജിന്റെ വേറിട്ടൊരു മുഖം, ഒരു പുതിയ മുഖം നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആ ഒരു ഹാർഡ് വർക്ക് അത് മലയാള സിനിമയിലുള്ള യുവതാരങ്ങള് ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു പെർഫോമൻസ് അന്യ ഭാഷയിൽ പോലും അദ്ദേഹത്തിന്റെ ആ ഒരു പെർഫോമൻസ് തീർച്ചയായിട്ടും ഈ ഒരു മലയാള സിനിമയിൽ വീണ്ടും അദ്ദേഹത്തിന്റെ ആ ഒരു സുവർണ കാലം തന്നെ വീണ്ടും തിരിച്ചു വന്നു എന്ന് തന്നെ പറയാം. സൂപ്പർ ആക്ഷൻ, സൂപ്പർ എഡിറ്റിംഗ്, സൂപ്പർ ഡയറക്ഷൻ, എല്ലാം സൂപ്പർ അടിപൊളിയായിരുന്നു. പാർവതിയുടെയും പൃഥ്വിരാജിൻ്റെയും പിന്നെ എനിക്കറിയാം, നമ്മൾ ഫെമിലിയർ അല്ലാത്ത കുറേ പേരുണ്ടാവില്ലേ, മീൻസ് എന്നെ ഉദ്ദേശിച്ചത്. പക്ഷേ എല്ലാവരുടെയും അടിപൊളിയായിരുന്നു. എസ്പെഷ്യലി കുട്ടികളുടെ അഭിനയം. കുട്ടികളാണ് അതിനകത്ത് ഏറ്റവും തകർത്ത് അഭിനയിച്ചിട്ടുള്ളത്. അവിടെ നിന്നാണ് നമുക്കൊരു എന്താ പറയുന്ന ഒരു ട്വിസ്റ്റ് വരുന്നത്. നല്ല രസമുണ്ട്. നല്ല ആ ഒരു കോംബോ നമുക്ക് ശരിക്കും ഒരു കംബാക്ക് ഫിലിം പോലെ എനിക്ക് തോന്നി. നല്ല രസമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു എന്താ പറയുന്നത്, ഭയങ്കര ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു മൂവി അല്ല പൃഥ്വിരാജ് പാർവതി കോംബോ. പക്ഷേ എന്നിരുന്നാൽ പോലും അവർ തമ്മിലുള്ള ആ ഒരു അഭിനയം ഉണ്ടല്ലോ, ആ ഒരു കോംബോ അത് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. എല്ലാ ആർട്ടിസ്റ്റുകളും വളരെ മികച്ച രീതിയിൽ തന്നെ അഭിനയിച്ചിരിക്കുന്നു. അതേപോലെ സംഗീതവും എല്ലാം ഒരു നല്ലൊരു ഫാമിലി എന്റർടൈനർ തന്നെയാണ് ചിത്രം. ഒട്ടും മിസ് ചെയ്യാതെ എല്ലാവരും വന്ന് വാച്ച് ചെയ്യണം. എന്തായാലും എക്സ്ട്രാ ഷോസുകൾ തന്നെ ആയിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ. നല്ല ചിത്രം തന്നെ, അടിപൊളി. പൃഥ്വിരാജിന്റെ കുറെ നാളുകൾക്ക് ശേഷമുള്ള ഒരു വമ്പൻ തിരിച്ചുവരവെന്ന് തന്നെ പറയാം. അദ്ദേഹത്തിന്റെ ആ ഒരു ഹാർഡ് വർക്ക് അത് മലയാള സിനിമയിലുള്ള യുവതാരങ്ങള് ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു പെർഫോമൻസ് അന്യ ഭാഷയിൽ പോലും അദ്ദേഹത്തിന്റെ ആ ഒരു പെർഫോമൻസ് തീർച്ചയായിട്ടും ഈ ഒരു മലയാള സിനിമയിൽ വീണ്ടും അദ്ദേഹത്തിന്റെ ആ ഒരു സുവർണ കാലം തന്നെ വീണ്ടും തിരിച്ചു വന്നു എന്ന് തന്നെ പറയാം. അടിപൊളി പടം, എല്ലാം കൊണ്ടും ടെക്നിക്കൽ വൈസ് നല്ല പടമാണ്. അടിപൊളിയായിരുന്നു. നിസാം ബഷീറിന്റെ ഒരു അടിപൊളി പ്രോജക്ട്. അതെ, എല്ലാവരും അടിപൊളിയായിരുന്നു, നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല ആക്ഷൻ ഉണ്ട്. പിന്നെ പൃഥ്വിരാജിന്റെ വെറൈറ്റി ഫിലിം, ഒരു റോബറി ഡിപ്പെൻഡൻസ്, നല്ലൊരു പടം. നിസാം ബഷീറിന്റെ രണ്ട് പടങ്ങൾ പോലെ തന്നെ ഒരു വ്യത്യാസമുണ്ട്. കെട്ടികളുടെ മാലാഖി, അതുപോലെ റോഷാക്ക് പോലെ തന്നെ എല്ലാം ജോണറിൽ വ്യത്യാസമുണ്ട്. രാജോട് നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. മേക്കിംഗ് നന്നായിട്ടുണ്ട്, അടിപൊളി മേക്കിംഗാണ്. നല്ല സ്റ്റണ്ടൊക്കെ അടിപൊളി, നല്ല ഫ്രെയിമാണ്. അത്യാവശ്യം നല്ല കുഴപ്പമില്ല, വൺ ടൈം വാച്ചബിളാണ്. അതിന് പറ്റിയ വേഷം തന്നെ. കാരണം പൃഥ്വിരാജിന്റെ വേറിട്ടൊരു മുഖം, ഒരു പുതിയ മുഖം നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ പാർവതി തിരുവനന്തപുരത്തിന്റെ എനിക്കൊന്ന് പഴയ ഒരു ദുഃഖപുത്രിയുടെ റോളാണ് അത് അവർക്ക് കിട്ടുന്നത്. നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് പാർവതി തിരുവനന്തപുരം. പിന്നെ ആ കുട്ടികൾ, ആ പെൺകുട്ടികൾ നന്നായിട്ടുണ്ട്. ആ പെൺകുട്ടികൾ മേക്കിംഗ് അടിപൊളി. അതാണ് ഞാൻ പറയുന്നത്. ഇതിൽ എല്ലാം കൂടെ ഇടകലർന്നൊരു വ്യത്യസ്ത പ്രമേയത്തിലെടുത്ത സമീർ എന്ന കഥയുടെ ഇതിൽ നിസാം ബഷീർ എടുക്കുന്ന ചിത്രങ്ങളൊക്കെ വ്യത്യസ്തമായ ചിത്രങ്ങളാണ്. റോഷാക്കാണെങ്കിലും എല്ലാം നല്ലൊരു ചിത്രം, അടിപൊളി പടം. കുട്ടികളുടെ അഭിനയമൊക്കെ അടിപൊളിയായിരുന്നു. സസ്പെൻസ് ത്രില്ലറാണ്. ഫാമിലി ഓറിയൻറ്റഡ് ഒരു കഥയാണെങ്കിൽ തന്നെ അതിനകത്ത് വളരെ ഇപ്പോഴത്തെ സമകാലീന സംഭവങ്ങൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇൻഫാക്ട് നമ്മൾ അത് ലാസ്റ്റാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ നല്ലൊരു മൂവിയാണ്. തിയേറ്ററിൽ വന്ന് തന്നെ കാണണം. അല്ലെങ്കിൽ ഇടയ്ക്കും തലങ്ങും വെച്ച് കണ്ടു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവില്ല. പക്ഷേ ത്രൂ ഔട്ട് നമ്മളെ ഇരുത്താനുള്ള സംഭവനത്ത് കണ്ടന്റ് ഉണ്ട് അതിൽ. നന്നായിരുന്നു, എല്ലാം നന്നായിട്ടുണ്ട്. മ്യൂസിക് നന്നായിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ ഡയറക്ഷൻ നന്നായിട്ടുണ്ട്. ഫൈറ്റ് അടിപൊളി. പിന്നെ ഒരു ഫാമിലിക്ക് പറ്റിയ പടം എല്ലാം. ആരുടെ? പൃഥ്വിരാജിന്റെ സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. മറ്റേ പാർവതി നന്നായിരുന്നു. അടിപൊളി, സൂപ്പർ കോംബോ. സൂപ്പർ ആക്ഷൻ, സൂപ്പർ എഡിറ്റിംഗ്, സൂപ്പർ ഡയറക്ഷൻ, എല്ലാം സൂപ്പർ. കൊള്ളാം. ഈ ലവ് സീൻ പോലെയൊന്നുമല്ല, വേറൊരു കോംബോ ആണ്. സസ്പെൻസ് അടിപൊളി, വ്യത്യസ്തമാണ്. ഇതിലെല്ലാം വ്യത്യസ്തമാണ്. എല്ലാവരും പോയി മസ്റ്റ് വാച്ച്. ഓവർ എക്സ്പെക്ടേഷൻ ഒന്നും വരരുത്. തിയേറ്ററിൽ ഒരു സിനിമ കണ്ടിറങ്ങി ആസ്വദിച്ചിറങ്ങാൻ പറ്റുന്ന നല്ലൊരു ഫിലിം തന്നെയായിരിക്കും നോബഡി. അതെ അതെ, നല്ല രസമായിട്ടുണ്ട്. പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ ഇത് ഭയങ്കര ഹൈ ക്ലാസ്സിലോ ഭയങ്കര ലോ ക്ലാസ്സിലോ അല്ല, ഒരു ആവറേജ് മിഡിൽ ക്ലാസ് മാൻ്റെ ലൈഫ് എങ്ങനെയാണോ അവൻ്റെ ലൈഫിൽ എങ്ങനെ ഇതേപോലെ സംഭവം നടക്കുമ്പോൾ സൊസൈറ്റി എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, അവരെങ്ങനെ സൊസൈറ്റിയെ ട്രീറ്റ് ചെയ്യുന്നു, അവരെങ്ങനെ സർവൈവ് ചെയ്യുന്നു, അവർ സർവൈവിലാണ് കാണിക്കുന്നത്. അത് തിയേറ്ററിൽ നമുക്കൊരു സമയത്ത് സബ്സ്ക്രിപ്ഷൻ തോന്നും. പക്ഷെ അവരെങ്ങനെ സർവൈവ് ചെയ്യുന്നത് നമുക്കൊരു എന്താ പറയുക, നമ്മളും അത് ആ ജേർണിയിലാവും. നല്ല രസമുണ്ട്. തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക മാക്സിമം.
ഗംഭീര മേക്കിംഗ് ആണ്. എടുത്തു പറയേണ്ട എനിക്ക് BGM ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ സൗണ്ട് വെച്ച് കേൾക്കുമ്പോൾ നല്ല രസമുണ്ട് അത് കേൾക്കാനായിട്ട്. പിന്നെ ഫൈറ്റ് സ്റ്റണ്ടുകൾ വേറെ ലെവല്, ഭയങ്കര രസമുണ്ട് അത് തിയേറ്ററിൽ കാണാനായിട്ട്. ഞാൻ പറയില്ലേ, കൂടുതൽ എക്സ്പെക്ടേഷനിൽ മുമ്പ് ചെയ്ത പടങ്ങൾ വെച്ചിട്ടോ ജഡ്ജ് ചെയ്യാൻ നിൽക്കരുത്. പുതിയൊരു പടം കാണുന്ന പോലെ കാണുവാണെങ്കിൽ നല്ലൊരു പടമായിട്ട് തന്നെ കണ്ടിറങ്ങി പോകാൻ പറ്റും.